ഗുഡ് മോർണിംഗ്, സ്വാഗതം, നമസ്കാരം. ഇന്ന് എന്റെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഹെൽത്ത് ഓഫ് ദി ബ്രിഡ്ജ്, സ്മൂത്ത്നെസ് ഓഫ് ദി ബ്രിഡ്ജ്. ഈ ടോപ്പിക് നിങ്ങൾക്ക് കുറച്ച് ആശ്ചര്യമായിരിക്കാം. യെസ്, നിങ്ങൾ പാസ്റ്റിലേക്ക് പോയി കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ ഏത് മാനേജറിനോട് ചോദിച്ചാലും, അതായത് നിങ്ങളുടെ ജോലി എന്താണ്, ഒരു മാനേജറിന്റെ ജോലി എന്താണ്, മാനേജർ എന്നുള്ളതിന്റെ ഡെഫിനേഷൻ എന്താണ്, എന്തുത്തരവായിരിക്കും അവർ തരിക? അവരുടെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ, സർ, മാനേജർ ഈസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദി മാനേജ്മെന്റ്, ഹെഡ് ഓഫീസ് ആൻഡ് ദി ഫീൽഡ്, ദി മെഡിക്കൽ ലാബ്സ്. ഇതുപോലത്തെ ഫേമസ് ആയിട്ടുള്ള ലൈൻസ് ആണ് അപ്പോഴെല്ലാം മാനേജർമാർ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ലൈൻ നന്നായിട്ട് തന്നെ ഉണ്ട്, പക്ഷെ ഈ ലൈന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു ബ്രിഡ്ജ് ഉണ്ട്, ആ ബ്രിഡ്ജിലുള്ള റോഡ് വളരെ സ്മൂത്ത് ആണ്, മനോഹരമായിരിക്കുന്നു, അകലമുണ്ട്, സൗകര്യങ്ങളും കൂടുതലാണ്. ഒരു സൈഡിൽ 4 ലൈൻ, മറ്റൊരു സൈഡിലും 4 ലൈൻ ഉണ്ട്. ട്രാഫിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അവർ ബ്രിഡ്ജിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സന്തോഷത്തോടെ അവരുടെ യാത്ര തുടരുന്നു. ബ്രിഡ്ജ് നദിയുടെ മുകളിൽ കെട്ടിയിരിക്കുന്നു, കടലിന്റെ മുകളിൽ കെട്ടിയിരിക്കുന്നു. ഇപ്പോൾ കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡിന് പകരം വളരെ സമാധാനത്തോടെ ബ്രിഡ്ജിൽ യാത്ര ചെയ്യാം. ഇതൊരു ബ്രിഡ്ജ്. രണ്ടാമത്തെ ബ്രിഡ്ജ് എന്താണെന്ന് നോക്കിയാൽ അത് വളരെ നാരോ ആയിട്ടുള്ള ഓൾഡ് ബ്രിഡ്ജാണ്. നല്ല ട്രാഫിക്കും കാണും, ക്രോസ് ചെയ്യാനും ശരിക്കും താമസിക്കും. ചെറിയ കുഴികളുണ്ട്, അത് പ്രോപ്പറായിട്ട് ആരും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. സോ ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഇത് പഴയ ബ്രിഡ്ജാണ്, ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, നന്നായിട്ട് നോക്കുന്നില്ല, ഭാവിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നില്ല. ഇത് സെക്കൻഡ് ബ്രിഡ്ജ്. അടുത്ത ബ്രിഡ്ജ് എന്താണെന്ന് നോക്കിയാൽ തകർന്ന ബ്രിഡ്ജ്, അതായത് ബ്രിഡ്ജിന്റെ പകുതിയിൽ വെച്ച് തകർന്നിരിക്കുന്നു. അങ്ങനെ തകർന്നതുകൊണ്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോയി ചേരാൻ സാധിക്കില്ല. ഇതുപോലെ പല രീതിയിലുള്ള ബ്രിഡ്ജുകളുണ്ട്, പക്ഷെ ബ്രിഡ്ജ് തന്നെയാണ്. സത്യത്തിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്തിനാണ് മാനേജേഴ്സിനെ ബ്രിഡ്ജിനോട് ഉപമിക്കുന്നതെന്ന് അറിയാവോ? അതിന്റെ കാരണം, സ്ട്രാറ്റജിക് മീറ്റിംഗ് ഹെഡ് ഓഫീസിൽ നടക്കുന്ന സമയത്ത് സോണൽ മാനേജറും അതിന് മുകളിലുള്ള മാനേജറും വന്ന് അതിൽ പങ്കെടുക്കാറുണ്ട്. അവർ അവിടെ 2 ദിവസം സ്പെൻഡ് ചെയ്യും. ഈ 2 ദിവസത്തെ സ്ട്രാറ്റജിക് മീറ്റിംഗിൽ അവർ പ്രോഡക്റ്റിന്റെ സ്ട്രാറ്റജി, പിന്നെ പോളിസിയുടെ സ്ട്രാറ്റജി, ഇന്റൻസീവിന്റെ സ്ട്രാറ്റജി, ബാങ്കിങ് സ്ട്രാറ്റജീസ്, ഗ്രോത്തിന് വേണ്ടി 3 മടങ്ങ് ഇന്റൻസീവ് നൽകുന്നു, അതിനെപ്പറ്റി സംസാരിക്കും. പിന്നെ ഇൻസെന്റീവ് സംബന്ധിച്ച് ആരൊക്കെ നെഗറ്റീവ് ഗ്രോത്ത് കാണിച്ചിരിക്കുന്നു അവർക്കെല്ലാം ഫോറിൻ ട്രിപ്പ് നൽകാൻ പാടില്ല. അത് ശരിയല്ലേ? തെറ്റൊന്നുമില്ലല്ലോ. പിന്നെ പുതിയ പ്രോഡക്റ്റിന്റെ ലോഞ്ചിങ് സ്ട്രാറ്റജി, പിന്നെ യൂണിറ്റ് വൈസ് സ്ട്രാറ്റജി, അതിനെക്കുറിച്ചെല്ലാം ആ മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇത് നോക്കിയാൽ സോൺ മാനേജറിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണോ അവിടെയാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. 1 മാസം ജോലി ചെയ്തതിനു ശേഷം ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോകുന്നു. ഇവർ മെഡിക്കൽ റെപ്പിനൊപ്പം ജോലി ചെയ്യുന്നു, സെയിൽസ് റെപ്പിനോടൊപ്പം ജോലി ചെയ്യുന്നു, ഡീലേഴ്സിനൊപ്പവും ചെയ്യുന്നു. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്, ഈ മെഡിക്കൽ റെപ്സും EV മാനേജേഴ്സും 1 മാസത്തിനു മുമ്പ് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് വന്ന് എന്ത് ഡിസ്കസ് ചെയ്തുവോ അതിന്റെ ഒരു ക്ലൂ ഇല്ല. നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കൂ, ഇത് എങ്ങനെയുള്ള ബ്രിഡ്ജാണ്? 30 ദിവസത്തിനു മുമ്പാണ് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് വന്ന് എല്ലാ സ്ട്രാറ്റജിയെ പറ്റി സംസാരിച്ചു പോയത്. പക്ഷെ അങ്ങനെ ഇരുന്നും അവർക്കൊന്നിനെക്കുറിച്ചും അറിയില്ല. അവർക്കറിയില്ലെങ്കിൽ പിന്നെ അവരെങ്ങനെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യും? ഓൺ ദി സെക്കൻഡ് സൈഡ്, നമുക്ക് മറ്റുള്ള ഹെഡ് ക്വാർട്ടേഴ്സിലും പോയി നോക്കാം. അവിടെ വന്ന എല്ലാവർക്കും എല്ലാത്തിനെ കുറിച്ച് നന്നായിട്ട് അറിയാം, സ്ട്രാറ്റജിയെ കുറിച്ച് നന്നായിട്ട് അറിയാം. സ്റ്റാഫ് എല്ലാം വളരെ ഉത്സാഹത്തോടു കൂടി നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, അത് ഫോളോ ചെയ്യുന്നു, ഇംപ്ലിമെന്റും ചെയ്യുന്നു. ഇങ്ങനെയുള്ള സമയത്ത് ഞങ്ങൾ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ, എവിടെയൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സിൽ സോണൽ മാനേജറും റീജിയണൽ മാനേജറും മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് പോയതിനു ശേഷം അവരുടെ താഴെ ഉള്ളവരെ വിളിച്ച് അവരോട് സംസാരിക്കുന്നു. അതായത് ഈ സ്ട്രാറ്റജി ഞങ്ങൾ പഠിച്ചിട്ട് വന്നിരിക്കുകയാണ്, ഇത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് പറയുന്നു. ഈ സ്ഥലങ്ങളിൽ എപ്പോഴും നോക്കുകയാണെങ്കിൽ റിസൾട്ട് വളരെ നന്നായിരിക്കും, ജോലി നടക്കും. ഈ ബ്രിഡ്ജ് എങ്ങനെയുള്ള ബ്രിഡ്ജാണെന്ന് വെച്ചാൽ, ഈ ബ്രിഡ്ജിനെയാണ് ഞങ്ങൾ ഒരു എക്സാമ്പിളായി, അതായത് ഒരു ഉദാഹരണമായി മാനേജ്മെന്റിനോട് പറയുന്നത്. പക്ഷെ ജനങ്ങൾക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലാവില്ല. ബേസിക്കായിട്ട് എന്ത് സംഭവിക്കുന്ന വെച്ചാൽ, ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ട്. RM മീറ്റിംഗ് നടക്കും, ഏരിയ മാനേജേഴ്സ് മീറ്റിംഗ് നടക്കും, പിന്നെ ഹെഡ് ഓഫീസിൽ റീജിയണൽ സോണൽ മാനേജേഴ്സ് മീറ്റിംഗ് നടക്കും. RM മാനേജറാണ് ഏരിയ മാനേജറെ മീറ്റ് ചെയ്ത് സംസാരിക്കുന്നത്. ഡെലിഗേഷൻ, ഈ വാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സീനിയേഴ്സ് അവരുടെ പവറും റെസ്പോൺസിബിലിറ്റിയും കുറച്ചായിട്ട് ജൂനിയറിന്റെ അടുത്തേക്ക് നൽകുന്നു. നമ്മൾ ചെയ്തതുപോലെ ജൂനിയേഴ്സും ചെയ്യുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി അവർ ഇരിക്കുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ഡെലിഗേഷന്റെ കാര്യം വരുമ്പോൾ ഇതൊന്നും സംഭവിക്കുന്നില്ല. RM മീറ്റിംഗിൽ RM വരാറുണ്ട്, നിങ്ങൾ എന്തെല്ലാം സംസാരിക്കണമെന്ന് അവിടെ പറയും. 30 ദിവസത്തിന് ശേഷം AM-ന് ഇതിനെക്കുറിച്ച് ഒരു സൂചനയും ഉണ്ടായിരിക്കില്ല. പിന്നെ റെപ്സിന് ഇതിനെക്കുറിച്ച് അറിയില്ല, ചിലർക്ക് മാത്രം അറിയാം. അതായത് ഇംപ്ലിമെന്റേഷൻ ശരിക്കും ചെയ്യുന്നില്ലെന്നർത്ഥം. എന്ന് വെച്ചാൽ എന്താണ്? ഇതൊരു ബ്രോക്കഡ് ബ്രിഡ്ജാണ്, നാരോ ബ്രിഡ്ജാണ്, കൺജസ്റ്റഡ് ബ്രിഡ്ജുമാണ്. 15 വർഷം മുൻപ് ഞങ്ങൾ എല്ലാ മീറ്റിംഗിലും പോയി പങ്കെടുക്കാറുണ്ട്. പൊതുവെ മറ്റുള്ളവർ പറയുന്നത്, മാൻകൈൻഡിന്റെ എക്സിക്യൂഷൻ നോക്കുകയാണെങ്കിൽ എപ്പോഴും ഫാസ്റ്റ് ആയിരിക്കും, വ്യക്തതയോടെ ഉണ്ടായിരിക്കുമെന്നാണ്. എന്നെ സംബന്ധിച്ച് വളരെ ഫാസ്റ്റ് എന്ന് പറയാം. അതിന് കാരണം ഹെഡ് ഓഫീസാണ്. ഇവിടെ മെഡിക്കൽ റെപ്പിന്റെ ഓരോ മീറ്റിംഗിലും അവർ പങ്കെടുക്കും, പിന്നെ ഹെഡ് ഓഫീസിൽ സംസാരിച്ച എല്ലാ കാര്യങ്ങളും അവരോടും ഷെയർ ചെയ്യും.
പിന്നെ ഗ്രാജുവലായിട്ട് മാൻകൈൻ കമ്പനി നോക്കുകയാണെങ്കിൽ വളരെ ഉയർച്ച ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ 22,000 പേർ ജോലി ചെയ്യുന്നുണ്ട്, 18,000 പേർ ഫീൽഡ് വർക്കും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഓരോ റെപ്പിന്റെ അടുത്തും പോയി ഓരോ റെപ്പ് മീറ്റിംഗിലും ഹെഡ് ഓഫീസിൽ നിന്നും വന്ന് എല്ലാ കാര്യങ്ങളും പറയാൻ സാധിക്കില്ല. കാരണം അത് പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് റെസ്പോൺസിബിലിറ്റി നോക്കുകയാണെങ്കിൽ സ്ലോലി ആൻഡ് ഗ്രാജുവലി ഡെലിഗേറ്റഡ് ടു മാനേജേഴ്സ്, ലീഡേഴ്സ്. ലീഡർ എന്ന് പറയില്ല, മാനേജർ എന്ന് പറയാം. കാരണം ലീഡേഴ്സിന്റെ ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ അവരെന്ത് പഠിച്ചാലും അടുത്ത സെക്കൻഡിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യും. കണ്ട മറ്റൊരു കാര്യം, ഒരു വലിയ മെല്ലപ്പോക്കുണ്ട്. പല സ്ഥലങ്ങളിലും പോയി ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അടിസ്ഥാനപരമായി മെഡിക്കൽ റിപ്പുകൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, ഒരു ക്ലൂവുമില്ല. ഇങ്ങനെയാണെങ്കിൽ അവരെങ്ങനെയാണ് ജോലി ചെയ്യുന്നത്? ദാറ്റ്സ് വൺ റീസൺ. ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ മാനേജേഴ്സും ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് സ്ട്രാറ്റജിയെക്കുറിച്ച് കേൾക്കണം, പിന്നെ സ്ട്രാറ്റജി മീറ്റിംഗിൽ 2 ദിവസം വന്ന് പങ്കെടുക്കണം. ഇങ്ങനെ പങ്കെടുത്താൽ 10 to 20% പറയാൻ പറ്റൂ. നിങ്ങളുടെ യഥാർത്ഥ ജോലി എവിടെയാണ് തുടങ്ങുന്നതെന്ന് വെച്ചാൽ അത് സ്ട്രാറ്റജി മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമാണ്. 80% ജോബ് എന്താണെന്ന് വെച്ചാൽ അത് എല്ലാവരുടെ അടുത്തും സ്പ്രെഡ് ചെയ്യുന്നതാണ്. അവരുടെ അടുത്ത് പോയി അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. അത് മാത്രമല്ല, അവരത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണം. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ല. സോ എപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നില്ലയോ അപ്പോൾ എല്ലാം കൊളാപ്സ് ആകും. ഇതാണ് മാനേജേഴ്സിന്റെ യഥാർത്ഥ ജോലി. നിങ്ങൾ ബ്രിഡ്ജിന്റെ ഈ ദിശയിൽ നിന്നും തുടങ്ങുന്നു, അതായത് 9:10, മറ്റൊരു ദിശയിൽ 9:40 പോയി ചേരുന്നു, അതായത് 30 മിനിറ്റിൽ, അതായത് 30 ദിവസം. ഈ 30 ദിവസത്തിനുള്ളിൽ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ കൃത്യമായിട്ട് ജോലി ചെയ്യുന്നുണ്ടോന്ന് ശ്രദ്ധിക്കുകയും വേണം. ഇത് ചെയ്യാൻ പ്രധാനമായിട്ട് എന്ത് വേണം? ഫസ്റ്റ്, നിങ്ങളുടെ മനസ്സിൽ ഒരു ലക്ഷ്യം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അതായത് ഞാൻ എന്താണോ പഠിച്ചത് അത് എല്ലാവരുടെ അടുത്തും ഞാൻ പോയി സ്പ്രെഡ് ചെയ്യണം. പിന്നെ എല്ലാവരും മനസ്സിലാക്കിയോ എന്ന് ഉറപ്പുവരുത്തണം. അതിന് പ്രധാനമായും വേണ്ടത് കറണ്ട്, പാഷൻ. അതായത് എനിക്കുള്ളിൽ പാഷൻ ഇല്ലെങ്കിൽ, അതായത് എനിക്കിത് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ, അപ്പോൾ അത് നടക്കില്ല. ഒരു ടീം ലീഡറിന് അയാളുടെ ടീമിനേക്കാൾ അവന്റെ പാഷൻ 3 മടങ്ങ് 4 മടങ്ങ് അധികം ഇല്ലാതെ അവന്റെ ഉള്ളിൽ ഒരു ഹൈപ്പർ ഇല്ലെങ്കിൽ അവന് ഒരു കാലത്തും ഇത് തീർച്ചയായും ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കില്ല. ഇതാണ് പ്രധാന കാരണം. ഞാൻ വീണ്ടും വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത്, അതായത് ഒരു ലീഡറിന്റെ ഉള്ളിൽ ടാലന്റ് വളരെ കുറവാണെങ്കിലും ആ സമയത്ത് പാഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ ഒരു കാര്യം പറയാൻ സാധിക്കും, അവൻ തീർച്ചയായും സക്സസ് ആകും. അവൻ പഠിക്കും, കാര്യങ്ങൾ നന്നായി ചെയ്യും, അവൻ ഒരു വലിയ ഇംപ്ലിമെന്ററായി മാറും. ലാക്ക് ഓഫ് പാഷനെ പറ്റി സംസാരിക്കുമ്പോൾ എനിക്ക് ധാരാളം ഉദാഹരണങ്ങൾ നൽകാൻ കഴിയും. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഒരു മാനേജരോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ റെപ്പോ വർഷത്തിൽ 48 അല്ലെങ്കിൽ 50 ദിവസമോ അവർ ലീവ് ഇടുകയാണെങ്കിൽ, ലീവ് എടുക്കുകയാണ്, 35 ദിവസത്തേക്ക് ലീവ് എടുക്കുന്നു, 35-40 ദിവസം ലീവ് എടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾ തന്നെ പറയൂ, ഇവരുടെ ഉള്ളിൽ പാഷൻ ഉണ്ടോ അതോ ഇല്ലയോ? എന്നോട് ചോദിച്ചാൽ ഇല്ലെന്നേ ഞാൻ പറയൂ. എനിക്കൊരു കാര്യം ഉറപ്പായിട്ടും പറയാൻ സാധിക്കും, ആർക്കെങ്കിലും അസുഖമോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടായാൽ മാൻകൈൻ തീർച്ചയായും സഹായിക്കും. അവർ തന്നെ മുന്നിട്ടിറങ്ങി തീർച്ചയായും എല്ലാ സഹായവും ചെയ്യും. പക്ഷേ ഞാൻ എന്റെ ഇഷ്ടത്തിന് ലീവ് എടുക്കുക ആരും ചോദിക്കാൻ പാടില്ലെന്ന് പറയാൻ പാടില്ല. എന്റെ ടൂർ പ്രോഗ്രാം നോക്കുകയാണെങ്കിൽ ഒരു മാനേജർ എന്ന നിലയിൽ എന്റെ 70% ജോലി തീർച്ചയായും ക്വാർട്ടേഴ്സിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലായിരിക്കും. എനിക്ക് ഔട്ട് സ്റ്റേഷനിലെല്ലാം ഇരിക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിക്കാൻ പാടില്ല. എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നില്ല? അതിന്റെ കാരണം നിങ്ങൾക്ക് പാഷൻ ഇല്ലെങ്കിൽ, നിങ്ങളുടെ പക്കൽ കൃത്യമായ പ്ലാനിംഗ് ഇല്ലെങ്കിൽ. ഞാൻ ഒരു സ്ട്രാറ്റജി മീറ്റിംഗിന് പോയിരുന്നു, 2 നാൾ ചെലവഴിച്ചു. ഇപ്പോൾ എന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ എന്റെ ടീമിലുള്ള 50 പേർക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കണം. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എന്റെ താഴെയുള്ള ജൂനിയേഴ്സിന് ഈ കാര്യങ്ങളെല്ലാം ഞാൻ വ്യക്തമാക്കണം. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോകണം, അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അടുത്ത 10 ദിവസത്തിനുള്ളിൽ. അതുകൊണ്ട് എന്റെ ടൂർ പ്രോഗ്രാം അതിന് അനുയോജ്യമായ രീതിയിലായിരിക്കണം. ഞാൻ അവിടേക്ക് പോകണം, അവരോട് സംസാരിക്കണം, അവരെല്ലാം മീറ്റിംഗിന് വിളിക്കണം, പിന്നെ ഫീൽഡ് വർക്ക് ചെയ്യണം, അവർക്ക് ഡെമോൺസ്ട്രേഷൻ ചെയ്യണം. പാഷൻ ഇല്ലെങ്കിൽ ഇതൊരിക്കലും ചെയ്യാൻ സാധിക്കില്ല. കൃത്യമായ പ്ലാനിംഗ് ഇല്ലാതെ നമുക്കൊരിക്കലും ഇത് ചെയ്യാൻ സാധിക്കില്ല. സോ പ്ലീസ് ദയവായി മനസ്സിലാക്കുക, നിങ്ങൾ അവരുടെ സ്ഥലത്ത് പോയി അവരോട് സംസാരിക്കാതെ ഇരിക്കുന്നത് വരെ തീർച്ചയായും ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കില്ല. ചില സ്ഥലങ്ങളിൽ വളരെ ഷോക്കിംഗ് ആയ കാര്യങ്ങളാണ് കേട്ടത്. അതായത് മാനേജർ അദ്ദേഹത്തിന്റെ താഴെയുള്ള മെഡിക്കൽ റെപ്പ് ശരിക്കും ജോലി ചെയ്യാതെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന കാര്യം മനസ്സിലാക്കിയിട്ടും അവന്റെ പേരിൽ ഒരു ആക്ഷനും എടുത്തില്ല. സർ, അതെന്താണെന്ന് വെച്ചാൽ അവന്റെ പഴയ സെയിലൊക്കെ നന്നായിട്ടുണ്ട്, അവൻ വളരെ നാളായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ആക്ഷൻ എടുത്തില്ലെന്ന് പറയരുത്. എന്തുകൊണ്ട് എടുത്തുകൂടാ? നിങ്ങൾ അത്രയ്ക്ക് വീക്കാണോ? ആരെങ്കിലും ഗുഡായിട്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഫൈൻ, പെർഫെക്റ്റ്ലി ഫൈൻ എന്ന് പറയും. പക്ഷെ ആരെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അവന്റെ ആവശ്യമില്ല. അത് മെഡിക്കൽ റെപ്പ് ആണെങ്കിലും ശരി, അല്ല മാനേജർ ആണെങ്കിലും ശരി, ടോപ്പ് ലീഡർ ആണെങ്കിലും ശരി, ഇല്ല ബോട്ടമിലുള്ള മാനേജറോ മെഡിക്കൽ റെപ്പോ ആരും ആവശ്യമില്ല. ഇങ്ങനെ സംഭവിക്കരുത്. ഹെഡ് ക്വാർട്ടർ ക്ലോസ് ചെയ്താലും ഒരു പ്രശ്നവും ഇല്ല. ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, മാൻകൈൻ തെറ്റായ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല. നന്നായിട്ട് ജോലി ചെയ്താൽ ഓക്കെ, ഓൾ റൈറ്റ്.
എപ്പോഴെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ചെവിയിൽ എത്തുന്നുവോ ഇല്ല ഒരു വ്യക്തിയെക്കുറിച്ച് അറിഞ്ഞാലോ അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു മെക്കാനിസം ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒരു ഡബിൾ ട്രിപ്പിൾ ചെക്ക് ഞങ്ങൾ തീർച്ചയായും ചെയ്യും. അതെന്താണെന്ന് വെച്ചാൽ ചില പൊളിറ്റിക്സ് കാരണമോ തെറ്റായ ഫീഡ്ബാക്ക് കാരണമോ ഒരാളുടെ ജോലി നഷ്ടപ്പെടാൻ പാടില്ല. സോ ഗോയിങ് ഫോർവേഡ്, നിങ്ങൾ നിങ്ങളുടെ ജൂനിയറിനെ ജഡ്ജ് ചെയ്യാൻ തീരുമാനിച്ചാലോ RM സോണൽ ഏരിയ മാനേജേഴ്സിനെ ടച്ച് ചെയ്യാൻ തീരുമാനിച്ചാൽ അവരോട് ഒരു ചോദ്യം ചോദിക്കുക. അതായത് നിങ്ങൾ ZM സാറല്ലേ, നിങ്ങളുടെ RM സാറിന് അദ്ദേഹത്തിന്റെ എക്സിക്യൂഷന് ഔട്ട് ഓഫ് 10 എത്ര മാർക്ക് നൽകുമെന്ന് ചോദിക്കുക. അതായത് ഒരു മാസത്തിന് ശേഷം അദ്ദേഹത്തിനോട് ഇതെല്ലാം സംസാരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ഏരിയയിലേക്ക് പോയി അദ്ദേഹം കൃത്യമായി ജോലി ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അത് ബേസ് ചെയ്ത് മാർക്ക് നൽകുക. ചിലർ 7, 8, 9 മാർക്കെല്ലാം വാങ്ങാറുണ്ട്. അപ്പോൾ അത് സത്യത്തിൽ വെരി ഗുഡ് എന്ന് നമ്മൾ എടുക്കണം. അത് എപ്പോൾ മനസ്സിലാക്കുമെന്ന് വെച്ചാൽ ഫീൽഡ് വർക്കിന് ശേഷമാണ് മനസ്സിലാകുക. പിന്നെ നിങ്ങൾ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് മീറ്റിംഗിന് പോയിട്ട് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അത് ചോദിച്ചോ എന്ന് റെപ്പിന് എങ്ങനെ മനസ്സിലാകും? അതിന്റെ റെസ്പോൺസ് നോക്കുകയാണെങ്കിൽ ഫീൽഡിൽ റിസൾട്ട് എന്ന രൂപത്തിൽ നിങ്ങൾക്ക് തീർച്ചയായും അത് ലഭിക്കും. പൊതുവായി എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ പല കാര്യങ്ങളും എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? വൈ ദി റെസ്പോൺസ് ഡസ് നോട്ട് കം, വൈ ദി റിസൾട്ട്സ് ആർ പാത്തറ്റിക്, ഓർ വൈ ദിസ് ഗ്രോത്ത് ഈസ് ഇൻ സിംഗിൾ ഡിജിറ്റ്. അതായത് റാപ്സ് അറിഞ്ഞില്ലെങ്കിൽ, അതായത് അവരുടെ അടുത്തൊന്നും മെസ്സേജ് ഒന്നും ഇല്ലെങ്കിൽ, അതായത് ഞാൻ ഇതെല്ലാം ചെയ്താൽ എനിക്ക് റിവാർഡ് ലഭിക്കും, തെറ്റ് ചെയ്താൽ എനിക്ക് പണിഷ്മെന്റ് ലഭിക്കും, ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അപ്രീഷിയേഷൻ ലഭിക്കും, പിന്നെ ഇതാണ് എൻ്റെ സ്ട്രാറ്റജി, കമ്പനി ഇതുപോലെയുള്ള സപ്പോർട്ട് എനിക്ക് നൽകുന്നു. പക്ഷെ ഇക്കാര്യങ്ങളെല്ലാം അറിയാത്തപ്പോൾ, ആക്ഷനിൽ ഇല്ലാത്തപ്പോൾ, ചോദ്യം ചോദിക്കാത്തപ്പോൾ, ഫോളോ ചെയ്യാത്തപ്പോൾ, അപ്പോൾ നോക്കിയാൽ ഇവിടെ റെസ്പോൺസ് വളരെ കുറവായിരിക്കും. ചില വർഷങ്ങളായി ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങളെല്ലാം ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ അടുത്തത് നോക്കുകയാണെങ്കിൽ, അതായത് ഏത് 3-4 കാര്യങ്ങളാണ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ, നമ്പർ 1 ഇന്റിഗ്രിറ്റി. ഇതിനെക്കുറിച്ച് ഞാൻ ധാരാളം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ്, പാഷൻ. നിങ്ങളുടെ അടുത്ത് പാഷൻ ഉണ്ടോ? നിങ്ങളുടെ അടുത്ത് കൃത്യമായ പ്ലാനിംഗ് ഉണ്ടോ? നിങ്ങൾക്ക് ടൂൾ പ്ലാനിംഗ് ഉണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? അതായത് മീറ്റിംഗിൽ നിങ്ങളോട് ഞങ്ങൾ എന്തെല്ലാം പറഞ്ഞോ, എന്തെല്ലാം മനസ്സിലാക്കി തന്നോ, അത് 30 ദിവസത്തിൽ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്താൽ നിങ്ങൾ സത്യത്തിൽ സൂപ്പറാണ്, വെരി ഗുഡ്, നിങ്ങൾക്ക് വളർച്ചയുണ്ട്. പക്ഷെ ഇങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ നന്നായി ജോലി ചെയ്യുന്നില്ലെന്നർത്ഥം. ശരി, ഒരു കാര്യം നിങ്ങൾ പറയുക. കഴിഞ്ഞ ചില വർഷങ്ങളായി ഞാൻ നിങ്ങൾക്ക് ധാരാളം വീഡിയോകൾ അയച്ചു തന്നിരുന്നില്ലേ? ആ വീഡിയോകളിൽ സെയിൽസിനെ പറ്റിയും റിസൾട്ടിനെ പറ്റിയും ഞാൻ എത്രത്തോളം സംസാരിച്ചിട്ടുണ്ട്? 5% കാണും. 98% ഞാൻ എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചത്? എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ്, അതിനെക്കുറിച്ചായിരിക്കും. നിങ്ങളുടെ ജോബ് എന്താണ്, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്താണ്, അതിനെക്കുറിച്ചായിരിക്കും. എന്റെ ആഴമായ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, അതായത് മാൻകൈൻഡ് പോലും മറ്റൊരു കമ്പനിയില്ല. മാൻകൈൻഡ് വളരെ അത്ഭുതകരമായ ഒരു കമ്പനിയാണ്. വളരെ അത്ഭുതകരമായ കൾച്ചറുണ്ട്, അമേസിംഗ് എൻവയോൺമെന്റ്. ഒരാൾ ഈ കമ്പനിയിൽ ജോലി ചെയ്ത് അയാൾ ഗ്രോ ആയില്ലെങ്കിലും, ഒരുപക്ഷെ ഗ്രോത്ത് ഇല്ലെങ്കിലും, എനിക്ക് ഒരു കാര്യം ഉറപ്പായിട്ടും പറയാൻ പറ്റും, അദ്ദേഹത്തിന് മറ്റൊരു കമ്പനിയിലും പോയി ഗ്രോ ആകാൻ സാധിക്കില്ല. പ്രോബ്ലം എവിടെയാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ലിബറൽ പോളിസി ഞങ്ങളുടെ വീക്ക്നെസ്സായി അവർ കരുതുന്നു. ഈ പോളിസി അവർ വളരെയധികം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇത് മുഖേന ഇത്രയും വർഷം എങ്ങനെയോ അവർ സർവൈവ് ചെയ്തു. ഒരു കാര്യം വ്യക്തമായി പറയാം, സമയമായിരിക്കുന്നു, അതുകൊണ്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ പറയുകയാണ്. ഹെഡ് ക്വാർട്ടർ ക്ലോസ് ചെയ്താലും സാരമില്ല, സെയിൽസ് കുറഞ്ഞാലും സാരമില്ല, ഒരു പ്രശ്നവുമില്ല. വാല്യൂ സിസ്റ്റത്തിലോ ഇല്ല ജോലിയുടെ കാര്യത്തിലോ ഇന്റിഗ്രേറ്റിയിലെയോ കൾച്ചറിലോ ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യില്ല. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കൂ. ഞാൻ മാൻകൈൻഡിന് വേണ്ടി 3-4 വർഷങ്ങളായി റെപ്പായിട്ട് ജോലി ചെയ്യുന്നു. എൻ്റെ റീറ്റെയിൽ വളരെ നന്നായിരിക്കുന്നു. ഞാൻ എല്ലാ ഡോക്ടേഴ്സിനെ പോയി കാണാറുണ്ട്, ഒരു കോളും മിസ് ചെയ്യില്ല. കമ്പനിയുടെ ഫുൾ സപ്പോർട്ടുണ്ട്. പക്ഷേ ഗ്രോത്ത് 2-5% ആണ്. എൻ്റെ ഗ്രോത്ത് മൈനസിലാണ്. ഇതെങ്ങനെ പോസിബിൾ ആകും? ഇതൊരിക്കലും ശരിയാണെന്ന് പറയില്ല. ഞാൻ വീണ്ടും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, എപ്പോൾ റാപ്സ് ഇൻഫിൽട്രേഷനിൽ ഇൻവോൾവ് ആയിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുവോ, അതായത് മാനേജർ മുഖേനയോ ഇല്ല കൾച്ചർ മുഖേനയോ, അപ്പോൾ മൊത്തം ടീമിനെയും പിരിച്ചുവിടും. ഐ പ്രോമിസ് യു ദാറ്റ്. സോ ഗെറ്റ് റെഡി. ഞങ്ങൾ ആദ്യം മാനേജേഴ്സിനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കും, പിന്നെ മാറാൻ വേണ്ടി മെഡിക്കൽ റെപ്പിന് ഒരു ചാൻസ് കൊടുക്കും. എന്നിട്ടും അവർ മാറിയില്ലെങ്കിൽ പിന്നെ അവരെ മാറ്റേണ്ട സമയമായെന്നർത്ഥം. വളരെ ഫ്രാങ്കായിട്ട് ഞാൻ പറയുകയാണ്, മാൻകൈൻഡിൽ ജോലി ചെയ്യുന്ന ഒരു 5%, ആ 5% ആൾക്കാർ മാൻകൈൻഡിന്റെ കൾച്ചർ തീർച്ചയായും സ്പോയിൽ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഇവിടെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും. നിങ്ങൾ തന്നെ ആലോചിക്കൂ. അതായത് ഈ 225 മാനേജേഴ്സിൽ എത്ര % വരും? അവർ 3% പോലും ഇല്ല, ഉറപ്പായിട്ടും ഇല്ല. ഇവരെ എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം ആ സ്ഥാനത്തേക്ക് പുതിയതായിട്ട് വരുന്നവർ നന്നായി ജോലിയും ചെയ്യും. പിന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ ധാരാളം മാനേജേഴ്സ് ആവശ്യമായിട്ടുണ്ട്. ഏകദേശം ഒരു 500 മാനേജേഴ്സ് ആവശ്യമായിട്ടുണ്ട്. കാരണം അടുത്ത 18 മാസത്തിനുള്ളിൽ ഞങ്ങൾ ധാരാളം കാര്യങ്ങൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. സോ മാൻകൈൻഡിന്റെ പുതുവർഷം കാണാൻ എല്ലാവരും തയ്യാറായിക്കൊള്ളുക. അത് മാഗ്നോണിമസ് ആയിരിക്കും, അതായത് മുമ്പുണ്ടായിരുന്നതുപോലെ, പക്ഷെ ടഫ് ആയിരിക്കും ഇപ്പോൾ ഉള്ളതുപോലെ. താങ്ക് യു സോ മച്ച്. ഗുഡ് ലക്ക്. ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് വേണ്ടി ഒരു നല്ല ഭാവി കാത്തിരിപ്പുണ്ട്. ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ. സീ യു.